ഇറാൻ, ഇസ്രായേൽ ഈ രണ്ട് രാജ്യങ്ങളും ആജന്മ ശത്രുക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതിൽ തീർച്ചയായിട്ടും തർക്കമില്ലാതെ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും. കാരണം അത്രമാത്രം മോശമായ ഒരവസ്ഥയിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിലെ പുതിയൊരു ഭരണകൂടം അധികാരത്തിൽ കയറുമ്പോൾ ഇത് ഇറാനുമായിട്ടുള്ള പ്രശ്നം വീണ്ടും രൂക്ഷമാക്കുമെന്ന് തന്നെയാണ് കൃത്യമായിട്ട് അടിവരയിട്ട് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേൽ അധികാരത്തിലോട്ട് കയറാൻ പോകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ റൈറ്റ് വിങ് പാർട്ടീസ് എല്ലാം തന്നെ കൂടുതലായിട്ടൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആയിരിക്കും മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്താണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇന്ന് വീണ്ടും ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു ശത്രുതയുടെ തീവ്രമായ വശങ്ങൾ? ഈ വശങ്ങൾ എങ്ങനെയാണ് ലോക രാഷ്ട്രീയത്തിൽ പുതിയ പല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വലിയൊരു യുദ്ധമായിട്ട് മാറുന്ന രീതിയിൽ ഇറാനെയും ബാക്കിയുള്ള പല രാജ്യങ്ങളെയും വലിച്ചിട്ടുകൊണ്ട് കൂടുതലായിട്ടുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറപ്പെടുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ കോൺഗ്രസിൽ ചെന്നിട്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു റഷ്യയും റഷ്യയുടെ കൂടെ നിൽക്കുന്ന മറ്റൊരു കൂട്ടുകാരനായിട്ടുള്ള ഇറാനും ഈ ഒരു യുദ്ധം വീണ്ടും വീണ്ടും മോശമാക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ഈ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാൻ കൂടുതലായിട്ടുള്ള ഡ്രോൺസ് റഷ്യക്ക് കൈമാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ കെമിക്കേസ് ഡ്രോൺസ് ലാർജ് നമ്പേഴ്സിലാണ് റഷ്യക്ക് കൈമാറുന്നത്. ഈ ഡ്രോൺസ് തന്നെയാണ് യുക്രൈൻ അറ്റാക്ക് ചെയ്യാനായിട്ട് റഷ്യ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഡ്രോൺസ് കൈമാറിക്കൊണ്ട് അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഇറാൻ ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ സെലൻസ്കി ആരോപിച്ചിരിക്കുന്നത്. ഇതേ സെയിം ആരോപണം അമേരിക്ക ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ട്. UNSCയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ റഷ്യക്ക് ഇറാൻ കൈമാറുന്ന ഡ്രോണുകൾ മൂലം വലിയൊരു പ്രശ്നമാണ് സെലൻസ്കിയും അതുപോലെ യുക്രൈനും ഫേസ് ചെയ്യുന്നുവെന്ന്. ഇങ്ങനെ അമേരിക്ക അവിടെ ഉന്നയിച്ചൊരു വാദത്തിന് പ്രതിവാദമായിട്ട് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തുനിന്നും ഇറാൻ്റെ അംബാസിഡറും ഈ ഒരു വിഷയത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അമേരിക്ക ലോകം മുഴുവനും പ്രശ്നമുണ്ടാക്കുന്ന രാജ്യമാണ്, എന്നിട്ടാണ് ഞങ്ങളൊരു വെപ്പൺ ട്രേഡ് ചെയ്യുന്ന ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന രാജ്യവുമായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതിന് നിങ്ങൾ കൂടുതലായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു പറഞ്ഞിട്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള വാദം വന്നത്. സോ ഇവിടെ ഇറാനും റഷ്യയും തമ്മിൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയത്ത് ഇറാന് ഏറ്റവും കൂടുതലായിട്ട് ശത്രുതയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇത് മതപരമായിട്ടുള്ള ഒരു വേർപാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണാൻ സാധിക്കുക. ഈ ഇസ്രായേലിൽ ഒരു അധികാരം മാറ്റം വന്നത് വീണ്ടും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഈ ഇസ്രായേലിൽ അധികാരത്തിൽ കയറാൻ പോകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ റൈറ്റ് വിങ് ഓർത്തഡോക്സ് പാർട്ടീസ് എല്ലാം തന്നെ കൂടുതലായിട്ട് ഇറാനെ എതിർക്കുന്നവരാണ്. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയും കൂടാതെ റൈറ്റ് ആയിരിക്കുന്ന എക്സ്ട്രീം നാഷണലിസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ ഉൾക്കൊള്ളുന്ന പാർട്ടികളുമാണ് ഇന്ന് ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ടോട്ടലായിട്ട് 120 സീറ്റാണ് ഇസ്രായേലിൻ്റെ നെസറ്റ് എന്ന് പറയുന്ന പാർലമെൻറ്റിലുള്ളത്. ഇതിൽ ഏത് പാർട്ടിക്കാണോ 60% അല്ലെങ്കിൽ 60 സീറ്റ് കിട്ടുന്നത് അവരായിരിക്കും അധികാരത്തിലോട്ട് കയറുന്നത്. 60ൻ്റെ ഒന്ന് കൂടുതൽ 61 കിട്ടിയാൽ അധികാരത്തിൽ കയറും. സോ ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കൂട്ടാളികൾക്കെല്ലാം കൂടെ ചേർന്നിട്ട് 64% അല്ലെങ്കിൽ 64 വോട്ടാണ് ലഭിച്ചിരിക്കുക, 64 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. സോ ഇസ്രായേലിൽ ഈ സീറ്റ് കണക്കാക്കുന്ന ഓരോ പാർട്ടിക്കും അല്ലെങ്കിൽ ഓരോ കൂട്ടുകക്ഷിക്കും ലഭിക്കുന്ന ആകെ നമ്പർ ഓഫ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. 64% എന്ന് പറഞ്ഞാൽ 64 സീറ്റായിട്ടാണ് കണക്കാക്കുക. സോ ജനങ്ങൾ 64% ആൾക്കാർ ഇവരെ വോട്ട് ചെയ്ത് അധികാരത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ അധികാരത്തിലോട്ട് വന്നിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ എക്സ്ട്രീം നാഷണലിസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു ടെററിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പലസ്തീൻ്റെ ഭാഗത്തുനിന്ന് പിടികൂടിയ വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ വധിക്കാൻ വെറുതെ ജയിലിൽ അടച്ചിടേണ്ട ആവശ്യമില്ല, അയാളെ കൊന്നുകളയാനായിട്ടാണ് ഈ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ആൾക്കാർ ആരോപിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഇസ്രായേലിൽ ഇന്ന് ന്യൂട്രൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ആയിരിക്കുന്ന ആൾക്കാരെ ഉന്നയിച്ച് കാണിക്കുന്നത്. കാരണം ഇങ്ങനൊരു പ്രശ്നം ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാനും അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്താൻ ശ്രമിച്ചാലും അത് ഭാവിയിൽ വലിയ പ്രശ്നമാകുമെന്നാണ് ഇന്ന് അധികാരം ഒഴിഞ്ഞു പോകുന്ന എയർ ലപ്പിഡും അദ്ദേഹത്തിൻ്റെ പാർട്ടീസ് എല്ലാം തന്നെ ആരോപിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇനി ഇസ്രായേലിൻ്റെ ഭരണകൂടം ഇറാനെതിരെയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോക്സി ഗ്രൂപ്പിനെതിരെയും പ്രതികരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതികരണം രൂക്ഷമായി മാറിക്കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധമായിട്ട് പോലും മാറിയേക്കാം. കാരണം അതിൻ്റെ വാർണിംഗ്സും ഓൾറെഡി ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇറാൻ്റെ ആർമി ചീഫ് പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കാനോ ഞങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കാനോ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ്. ഈ തിരിച്ചടിക്ക് വലിയൊരു വിലയായിരിക്കും ഇസ്രായേൽ നൽകേണ്ടി വരിക എന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ ഇന്ന് കൂടുതൽ മേഖലയിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് മെച്ചപ്പെടാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും
ഇറാൻ്റെ ഈ ഒരു വളർച്ച, അതായത് ഈ ടെക്നോളജിയിലൊക്കെ വന്നിരിക്കുന്ന വളർച്ചയിലും അവർ കൈവരിക്കുന്ന പുതിയ നേട്ടങ്ങളിലും റഷ്യയുടെ പങ്കും വളരെയധികം വലുതാണ്. ഈവൻ മൊസാഡിൻ്റെ ചീഫ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, റഷ്യ കൂടുതൽ ഡേഞ്ചർ ആയിരിക്കുന്ന ടെക്നോളജി ഇറാന് കൈമാറുന്നുണ്ട്. ഇറാൻ്റെ കയ്യിൽ നിന്ന് ഡ്രോൺസ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ഈ ടെക്നോളജീസ് കൈമാറുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. മൊസാഡിനെ പറ്റി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മൊസാഡിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന സ്റ്റോറീസിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അതിനെപ്പറ്റി അറിയാനായിട്ട് കുക്കു FM-ലെ മൊസാഡ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഒരു ബുക്ക് മാത്രമല്ല 4000-ലധികം വരുന്ന ബുക്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ബുക്സ് എല്ലാം കേൾക്കാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരു സ്പെഷ്യൽ ഓഫറും അവർ നൽകുന്നുണ്ട്. അതായത് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് സാന്റാ 60 എന്ന് പറയുന്ന കൂപ്പൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി പ്ലാനിൽ 60% ഓഫർ ലഭിക്കും. അതായത് 39 രൂപയ്ക്ക് ഒരു മാസം ഈ ബുക്സ് എല്ലാം തന്നെ കേൾക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു എമൗണ്ടാണ്, അതിൽ കൂടുതൽ അറിവ് നേടാൻ സാധിക്കും. സോ മൊസാഡിൻ്റെ ചീഫ് ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിച്ചതുകൊണ്ട് തന്നെ ഇന്ന് ഇറാൻ്റെ ഓരോ നീക്കങ്ങളും ഇസ്രായേൽ കൂടുതലായിട്ട് വീക്ഷിക്കണമെന്ന് പറയുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ ഇറാൻ്റെ ആണവായുധം നിർമ്മിക്കുന്നു പറഞ്ഞ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരുമ്പോഴും ഇറാനെതിരെ അമേരിക്കയും ബാക്കിയുള്ള പല രാജ്യങ്ങളും ചർച്ചകൾ നടത്തിയിട്ട് പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇറാൻ വീണ്ടും പുതിയ പല പരീക്ഷണവും പുതിയ പല മേഖലയിലോട്ട് മാറ്റവും നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഇറാൻ സ്പേസിന് ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് ഒരു ബഹിരാകാശം എന്ന് പറയുന്ന കാര്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ പല പരീക്ഷണം നടത്തിയിരുന്നു. ഒരു സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇന്ന് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്തരമൊരു മേഖലയിൽ ഇറാൻ ഫോക്കസ് ചെയ്യുന്നത് നാളെ അവരുടെ ഒരു മിലിറ്ററി ആവശ്യത്തിന് പോലും അവരെ ഉപകാരപ്പെടുത്തിയേക്കാമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന റോക്കറ്റ്സ് നിർമ്മിക്കാനായിട്ട് ഇറാൻ ശ്രമിക്കുമ്പോൾ അത് ഭാവിയിൽ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാനായിട്ട് പോലും ഇറാനെ സഹായിച്ചേക്കാമെന്നാണ് നിരവധി വിദഗ്ധർ അഭിപ്രായം ഉന്നയിക്കുന്നത്. ഇറാന്റെ കയ്യിലും ഈ ബാലിസ്റ്റിക് മിസൈൽസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഇസ്രായേലും കാണുന്നത്. സോ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞുള്ള ആരോപണം, ആണവായുധം നിർമ്മിക്കുന്നു പറഞ്ഞ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇറാനെതിരെ പ്രശ്നമുണ്ടാക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ആണവായുധം നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി മനസ്സിലായാലോ, അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന മിസൈൽ ഇറാൻ നിർമ്മിക്കുന്നു പറഞ്ഞ് മനസ്സിലായോ, ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു റീജിയണൽ വാറായിട്ട് പോലും മാറിയേക്കാം. കാരണം അത്രമാത്രം പ്രോക്സി ഗ്രൂപ്പിനെ ഇറാൻ സപ്പോർട്ട് ചെയ്ത് അവരെല്ലാം ഫണ്ട് ചെയ്തുകൊണ്ട് അവരുടെ മൊത്തം ഒരു സൈന്യമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകളും മറ്റു പല സംഘടനകളും ഇസ്രായേലിനെതിരെയും പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇസ്രായേലിൽ ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന പുതിയ ഭരണകൂടം ഇതിനെ എങ്ങനെ പ്രതികരിക്കും, ഇതിനെങ്ങനെയായിരിക്കും നേരിടുക എന്ന് പറയുന്ന ചോദ്യം വളരെയധികം വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം അവരുടെ ആശയം, അവർ പിന്തുടരുന്ന ആശയം എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ആയിരിക്കുന്ന വ്യക്തികൾ എന്നാണ്. അതായത് അവർ നാഷണലിസം എന്ന് പറയുന്ന ആശയത്തെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയും ഒപ്പം തന്നെ ഈ സയണിസം എന്ന് പറയുന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന രീതിയിൽ പ്രതികരിക്കുമോ, അല്ല അതിലും മോശമായ രീതിയിൽ പ്രതികരിക്കുമോ എന്ന് പറയുന്ന സംശയമാണ് ഇവിടെ ജനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പുതിയ ഇസ്രായേൽ ഭരണകൂടത്തെ പറ്റി തോന്നുന്നത്? ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പുതിയൊരു യുദ്ധത്തിന് കാരണമായേക്കാം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഭരണകൂടം കുറച്ചു കാലം ഭരിക്കും, പിന്നീട് അവർക്കിടയിൽ പ്രശ്നം വന്ന് സ്ഥാനം ഒഴിഞ്ഞു പോകുമെന്നാണോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ റഷ്യ ഇന്ന് കൂടുതലായിട്ട് ഇറാനുമായിട്ട് കൈകോർക്കുന്നതിന് പിറകിലെ കാരണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റിയും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.